അവിടെ എന്നാണോ പറയുന്നതിന് ഇവരെന്നാണോ പറയുന്നത്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഞങ്ങൾ സൺഡേ ആയതുകൊണ്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയ കേട്ടോ. ഞങ്ങൾ 4 പേരൂടെ. ഞങ്ങളിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ പാരോൾ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് നിൽക്കുന്നത്. ആമ്പൽ വസന്തം കാണാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് അടൂരിൽ നിന്ന്. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എത്തിയായിരുന്നു. രാവിലെ വരുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ആ ഒരു ബ്യൂട്ടി നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. ഒരു 9 മണി ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇത് വാടാൻ തുടങ്ങും. അപ്പോൾ നമുക്കിങ്ങനെ മൊട്ട് പോലെ നിൽക്കുന്നതേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം കാണിച്ച ഒരു ഏരിയയിലാണ് ബോട്ടൊക്കെ കിടക്കുന്നത്. ബോട്ടിൽ ഒരാൾക്ക് 100 രൂപ വെച്ചാണ്. ഇപ്പം 4 പേര് വീതമൊക്കെ ബോട്ടിൽ എല്ലാവരും കയറ്റാറുള്ളൂ കേട്ടോ. ഒരുപാട് റിസ്ക് എടുത്ത് ഒത്തിരി പേരൊന്നും കയറ്റാറില്ല. പിന്നെ ഒരുപാട് ആഴമൊന്നും ഇല്ല. നമ്മുടെ ഒരു ഹൈറ്റൊക്കെ പകുതിയൊക്കെ ഉള്ളു വെള്ളമുള്ളത്. പിന്നെ നമുക്കിങ്ങനെ പോകുമ്പം പയ്യെ പറിച്ചൊക്കെ എടുക്കാം. എന്താ പറയുക, ചേട്ടൻ പറിച്ചോളാനൊക്കെ പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് കിട്ടത്തില്ല, കുറച്ച് ബലമുണ്ട് കേട്ടോ. കാണുന്ന പോലെയല്ല, ആമ്പലിന് നല്ല ശക്തിയിൽ പറിച്ചാലേ കിട്ടത്തുള്ളൂ. 400 ഏക്കറിന് അടുത്തുണ്ട് ആമ്പൽ പൂക്കൾ ഇട്ടേക്കുന്നവർ കേട്ടോ. ഒരു നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ടൂറിസത്തിൻ്റെ ഒരു പാട്ടായതുകൊണ്ട് നല്ല ഒരു രീതിയിലാണ് അവർ ചെയ്തേക്കുന്നതെല്ലാം. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. എപ്പോഴും കാണാത്ത ഒരു വ്യൂ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് പോകുമ്പോൾ ഒരു എക്സ്പ്ലോർ ചെയ്യുമ്പോഴൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല ഹാപ്പിനെസ് തോന്നും. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് മഴയില്ലായിരുന്നു കേട്ടോ. മഴയില്ലാഞ്ഞുകൊണ്ട് ഒരു മൂടിക്കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. ബോട്ടിൽ കൂടെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോവാൻ. പിന്നെ ബോട്ടും ഉണ്ട്, അവിടെ വള്ളമുണ്ട്. നമ്മൾ ബോട്ടിലാണ് കയറിയത്, 4 പേരുള്ളതുകൊണ്ട്. ഇപ്പോൾ 2 സർവീസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കിട്ടും ഇവിടെ നിങ്ങൾ എല്ലാവരും കിട്ടും. എൻ്റെ വെള്ളം എടുപ്പിൻ്റെ കാലത്ത് എത്തിയിരുന്നത് ചെറുതായിട്ട് അതാരുമില്ല. നമ്മൾ ഈ ആമ്പൽ പറിക്കുമ്പം ചേറ് വീഴും കേട്ടോ. അതുകൊണ്ട് ബ്ലാക്കോ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരിക്കും. കണ്ണുചേട്ടൻ്റെ അമ്മൂസിൻ്റെ ഒക്കെ ഷർട്ടിലൊക്കെ ഡ്രസ്സിലും ഒക്കെ ചേറ് വീണായിരുന്നു. കഴുകി കഴിഞ്ഞാൽ പോകുമായിരിക്കും. പക്ഷേ നമ്മളിത് പറിക്കുന്ന ആ ടൈമിൽ ചിലപ്പോൾ തെറിക്കും. കാരണം ഈ തണ്ടിന് നല്ല നീളമാണ് താഴോട്ടെ. അപ്പോൾ ആ തണ്ടയിൽ ഫുള്ള് ചെളി കാണും. അപ്പോൾ നമ്മൾ ആ പറിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മുടെ കയ്യിലും ഒക്കെ ചേറാകുന്നുണ്ട്. പക്ഷേ ഡ്രസ്സിലോട്ട് ഇങ്ങനെ അടുത്തേക്ക് വെക്കുമ്പോൾ ഡ്രസ്സ് ഫുള്ള് ചേറാകും. പിന്നെ ബ്ലാക്കൊക്കെ ഇടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരിക്കും കേട്ടോ. പിന്നെ ഇത് മലരിക്കലല്ല, എല്ലാവർക്കും ഒരു തെറ്റി പോകാറുണ്ട്. എന്നോട് സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ എന്നോട് മിക്കവരും ചോദിച്ചു മലരിക്കലാണോ എന്ന്. അപ്പോൾ മലരിക്കലല്ല, ഇത് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു വില്ലേജിലാണ്. മലരിക്കൽ കോട്ടയത്താണ് കേട്ടോ. മലരിക്കലിനൊക്കെ കൂടുതൽ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ 400 ഏക്കറുണ്ട്. പിന്നെ നമുക്ക് റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. കാരണം ഇത് നല്ല ഉള്ളിലോട്ട് കയറിയുള്ള ഒരു ഏരിയയാണ്. പെട്ടെന്ന് നമുക്ക് വഴി മനസ്സിലാകത്തില്ല. അപ്പോൾ അവിടെ ഉള്ള ചേട്ടന്മാരൊക്കെ വഴിയൊക്കെ പറഞ്ഞ് കറക്റ്റ് അങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പെട്ടെന്ന് എളുപ്പമായിരുന്നു. അതുകൊണ്ട് വഴി തെറ്റിയൊന്നും പോകത്തില്ല. ഞാനിത് ലൊക്കേഷൻ എവിടെയാണെന്ന് ഞാൻ ടാഗ് ചെയ്തേക്കാം. മലരിക്കൽ പോകേണ്ടവർക്ക് മലരിക്കലും പോകാം. കോട്ടയത്ത് നിന്ന് അടുത്താണ് മലരിക്കൽ. പക്ഷെ ഇത്രയും ഏക്കറില്ല മലരിക്കൽ. മലരിക്കലും ഒന്നും കൂടെ ഉള്ളിലോട്ട് കയറിയാണ്. പക്ഷെ ഇത്ര ഏക്കറില്ല. നമുക്ക് ഇതുപോലെ തന്നെ വള്ളമൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ പോയത് കേട്ടോ. അപ്പം ഈ വർഷം ഒരു ചേഞ്ചിന് ചങ്ങനാശ്ശേരിയിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് വന്നതാണ്. നമുക്കൊരു 3/4 മണിക്കൂറൊക്കെ കിട്ടി കേട്ടോ. ബോട്ടിലൂടെ ഫുള്ള് കറങ്ങി പൂക്കളൊക്കെ കിട്ടി, വെള്ള ആമ്പലുമൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ വരുന്നവർ കുറച്ച് ആമ്പൽ പറിക്കുകയാണെങ്കിൽ ആ ബ്യൂട്ടി നിലനിൽക്കും. ഇനി വരുന്നവർക്ക് കാണാമല്ലോ. സെപ്റ്റംബർ വരെ എന്തോ ആണ് സീസണ്. അപ്പോൾ അതിന് മുന്നേ വരാൻ നോക്കുക. ഒരു 1 ടൈം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ കേട്ടോ ഇത്. ആമ്പലിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു ട്രാവലിങ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാവേ.